ഹായ് മക്കളെ, അപ്പോൾ എല്ലാ മക്കൾക്കും അമ്മയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം വിചാരിച്ച് 2 ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നല്ലേ? അമ്മയ്ക്ക് ചെറിയ ദേഹം വേദനയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു. ദേഹം വേദനയായിരുന്നു, അതുകൊണ്ട് വയ്യായിരുന്നു കിടന്നത്. പിന്നെ ഇന്ന് അമ്മ എഴുതിയിട്ടുണ്ട്. അപ്പം അമ്മ എല്ലാം രണ്ട് ചായ കുടിച്ചോ? ഇതുപോലെ അമ്മയുടെ വീഡിയോ എല്ലാ മക്കളും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോഴേ അമ്മ രാവിലെ ചായ കുടിച്ച് എന്നിട്ട് കഴിപ്പോൾ അമ്മ പുട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ആ പുട്ട് പിന്നെ നമുക്ക് പപ്പടം ഇരിക്കുന്നുണ്ട്. പപ്പടം അമ്മ പൊരിച്ചിട്ടുണ്ട്. പപ്പടം അപ്പം നമുക്ക് മറ്റേ പപ്പടവും പുട്ടുമായിട്ട് കഴിക്കാം. പിന്നെ നാളെ കട്ടൻ ചായ ഉണ്ട്. നിങ്ങളൊക്കെ രാവിലെ ആഹാരം കഴിച്ചോ? ഇപ്പം എല്ലാവരും ആഹാരം കഴിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അമ്മ പുട്ട് കഴിക്കട്ടെ. പിന്നെ അമ്മ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ മോര് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പയറുതോരൻ വെച്ച് പിന്നെ മീനുണ്ട്, അത് വറുക്കണം. അപ്പം അമ്മ അത് വറുക്കാൻ നേരത്ത് കാണിച്ചു തരാം. അപ്പം അമ്മ ഇത് കഴിക്കട്ടെ. അപ്പം പുട്ടും പപ്പടവും എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആപ്പിളും പാലും കൂടെ ഇട്ട് പഞ്ചസാര ഇട്ട് ജ്യൂസ് എടുത്ത് തണുത്ത പാല്. അപ്പം അമ്മ ഇത് കുടിക്കട്ടെ. നിങ്ങൾ കണക്കിന് വേണം ആപ്പിൾ ജ്യൂസ്. അമ്മ കുടിക്കട്ടെ. ഞാൻ ആപ്പിൾ ജ്യൂസ് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ആപ്പിൾ ഷേക്ക് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. ആപ്പിളും പഞ്ചസാരയും പിന്നെ പാല് മാത്രമേ ഉള്ളേ. നല്ല തണുത്ത പാല്. കൊള്ളാം. അപ്പോഴേ മക്കളെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. 2 അയല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട ഇങ്ങനെ കണ്ട ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ കണ്ടിച്ചെടുത്ത് പനിനീരോട് കൂടി 4 കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 കൊഴിയാളയുണ്ട്. അപ്പോൾ കൊഴിയാള നമുക്ക് വറുക്കാം. അപ്പോൾ അമ്മ ഇത് എണ്ണയില്ലാതെ മീൻ മുളകിടുവാണ്. ഇവിടെ എണ്ണയില്ലാതെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എണ്ണയില്ലാതെ അമ്മ മീൻ മുളകിടുവാണ്. അപ്പം അതിനകത്ത് അമ്മ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ഒന്നും ചേർക്കത്തില്ല അമ്മ കറിക്ക്. ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് അത്. അപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിക്കകത്തോട്ട് അമ്മ ആദ്യം ഒരു ചെറിയ സ്പൂണും പിന്നെ ഒരു ചെറിയ സ്പൂൺ 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. കണ്ട ഇത്രയും അമ്മ ചേർത്തിട്ട് ചെറിയ തീയിൽ ഇളക്കുക. എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. കണ്ട ചെറിയ തീയിൽ ഇളക്കിയതിന് ശേഷം കണ്ട ചെറുതായിട്ടൊന്ന് കളർ വ്യത്യാസം വന്ന് ചെറുതായിട്ട് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ പച്ച മണമൊന്ന് മാറണം. കൂടുതലും ഞാൻ ഈ മീനുകളെല്ലാം ഞാൻ ഇങ്ങനെയാണ് മുളക് പൊടി വെക്കുന്നത്. ചില സമയങ്ങളിൽ മുളക് പൊടിയും കൊച്ചുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം ഇടും. പക്ഷേ ഇതിൽ നമുക്ക് കറിവേപ്പില ഇടുന്നുണ്ടേ. നമ്മളിന്ന് വടക്കമ്പുളി അല്ലേ ഈ കറിക്ക് ഉപയോഗിക്കുന്ന, പിഴിഞ്ഞ് പുളിയാണ്. അപ്പോൾ പുളി നമ്മൾ കുറച്ച് വെള്ളത്തിട്ടുണ്ട്, ഒരു സ്വല്പം വെള്ളത്തിട്ടുണ്ട്. അപ്പം അമ്മ എല്ലാം മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഈ പുളിയില്ലേ, അത് കുറച്ച് പുളിവെള്ളം അങ്ങോട്ട് ഇല്ല. എന്നിട്ട് ബാക്കി നമുക്ക് പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടെ നമുക്ക് ഇങ്ങോട്ട് ചേർക്കാം. സ്വല്പം വെള്ളം കൂടെ ചേർക്കണേ. കണ്ട ഇത്രയും വെള്ളം മതി. നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പ്, ഉപ്പെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ഉപ്പ് ഇടുന്നുണ്ട്. ഉണ്ടോ? അത് തിളക്കട്ടെ. അത് നല്ലോണം തിളക്കുന്നപ്പോഴത്തേക്കും നമുക്ക് ഈ മീൻ വറുക്കാനുള്ള മീനിനകത്ത് മസാല കേട്ടാം. വേണ്ട ഇതിനകത്തോട്ട് മസാല ഇട്ട് അപ്പോൾ തീ കൂട്ടി വെക്കാം. നമുക്ക് ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കണം. ഒന്നൊന്ന് ഇളക്കിയിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മീനിടാം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് പൊരിക്കാനുള്ള മസാലയുണ്ട്. അപ്പം അതിന് വേണ്ടി അമ്മ മുളക് പൊടി, ചുറ്റോളം മുളക് പൊടി എടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം മല്ലിപ്പൊടി ഇത്രയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർക്കണം. ഉപ്പ് നീരാണ് ചേർക്കുന്നത് കേട്ടോ. നീരുണ്ട നമുക്ക് ഇതെല്ലാം കൂടെ നെവിടിയിട്ട് കുറച്ച് നേരം വെച്ചേക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിക്കാം. പിന്നെ മീൻ പിന്നെ
കറി വെച്ചതുണ്ട്. പക്ഷെ അമ്മ ആ കറി വെച്ചത് കൂട്ടത്തില്ല. അമ്മ മോരും പയറുപോലും ഈ മീൻ വറുത്തതും ഒക്കെയാണ് അമ്മ കഴിക്കുന്നത്. പപ്പടം ഉണ്ട്, നമ്മുടെ അച്ചാറുകളെല്ലാം ഇരിപ്പുണ്ട്. കണ്ടോ? അപ്പോൾ അരപ്പ് അതിനകത്ത് പിടിക്കട്ടെ. അപ്പോഴത്തേനും നമ്മുടെ കറിയുടെ അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ആ അരപ്പിനകത്തോട്ട് താണ്ടേ നമ്മൾ കണ്ടോ ഇച്ചിരുന്ന് മീൻ ഓരോന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ? കൊടുത്തിട്ട് വാല് കഷ്ണം നമുക്ക് നടുക്കിട്ട് കൊടുക്കാം. ഇവിടെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ലോണം ഈ അരപ്പെല്ലാം ഇതിനകത്ത് കയറുന്ന രീതിയിലാക്കണം. കണ്ടോ? ഇത് നല്ല തിളച്ച് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയാണ് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് വിതറി കൊടുക്കാം. കണ്ടോ? കറിവേപ്പില ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിളച്ച് വറ്റിയിട്ട് ഉണ്ണാൻ നേരത്ത് അമ്മ കാണിച്ചു തരാം. അമ്മ ഇത് കഴിക്കത്തില്ല, ഈ മീൻ കറി അമ്മ കഴിക്കത്തില്ല. കാരണം അമ്മയ്ക്കിത് വറുത്തത് മതി. ചില ദിവസം ഈ ചെരി കുറയ്ക്കാൻ പറഞ്ഞു ഡോക്ടർ, അതുകൊണ്ടാണ്. അപ്പം ഇതെല്ലാം വെന്ത് വറ്റിയിട്ട് അമ്മ കാണിച്ചു തരാം. 11 മണിയായപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നു. അപ്പം അമ്മ താണ്ട് ഒരു പഴം എടുത്ത് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചു പോവാം. കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തിന്നാൻ കേട്ടോ. എണ്ണയാ, എന്നാലും ഞാനത് തിന്നുക. എപ്പോഴാണ് അതിവിടെ കൊളസ്ട്രോൾ കയറി വരുന്നത്. നമുക്ക് ഇങ്ങനെ പഴം പൊരിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ആ എണ്ണയ്ക്കകത്ത് ഇനിയും വറുക്കണം. കണ്ടോ? ഒന്ന് പഴം പൊരിച്ചിട്ടെ ഒരു ഭാഗം വരുന്നില്ല. നമുക്ക് നല്ലോണം മൊരിയണം. മൊരിഞ്ഞെടുക്കുമ്പോഴാണ് ടേസ്റ്റ്. എനിക്ക് അങ്ങനെ ഇരുന്ന ഇഷ്ടം. ഇതിൻ്റെ പുറത്ത് ഇച്ചിരി പഞ്ചാരയൊക്കെ വിതറിയിട്ട് കഴിക്കണം. സൂപ്പറാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് പഴംപൊരി എണ്ണ തിന്നാൻ പൊടി വരണം. സത്യത്തിൽ എനിക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ പൊടി വരണം. അപ്പോഴേ നല്ല പഴുത്ത പഴമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പഞ്ചാരയൊന്നും ഇടണ്ട, നമുക്കത് എടുക്കാം. ഉണ്ടാ എനിക്ക് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം. ഇങ്ങനെ ഒരു പഴം പറഞ്ഞത് 3 ആക്കി ഇട്ടു. ഇങ്ങനെ കഴിക്കുന്ന എനിക്കിഷ്ടം. ഓ ഉണ്ടാ. അപ്പം ഞാനിത് കഴിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് തന്നെ കേട്ടോ. എണ്ണ എണ്ണയ്ക്കകത്ത് നമുക്ക് മീൻ വറുക്കാനിടാം. 1, 2, 3 ഇങ്ങനെ ഇടാം. ഇവിടെ 4, 5. അപ്പം മീൻ വറുക്കട്ടെ. മീൻ വറുക്കട്ടെ, നമ്മളിത് കഴിക്കുക. എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ? അപ്പോഴേ അമ്മ ചോറ് വിളമ്പുന്നത് എടുത്തില്ല. പക്ഷെ അമ്മ താണ്ടേ ചോറെടുത്ത് കൊണ്ട് വെച്ചേക്കുവാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ. അപ്പം എന്താ ചോറ്, പുളിശ്ശേരി, തക്കാളിയും പച്ചമുളകും ഇട്ട പുളിശ്ശേരി, പിന്നെ നമ്മുടെ ലവലൊലിച്ച ഉപ്പിലിട്ട അച്ചാറിട്ടത്, അതായത് മുളകൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടമുളകൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കരുവാട് വറുത്തായിരുന്നു, ഉരുവാച്ചി കരുവാട്, അതൊരു കഷ്ണം. പിന്നെ നമ്മുടെ ഇത് കൊഴിയാള, അത് പൊടിഞ്ഞു പോയി കേട്ടോ, പൊടിഞ്ഞു പോയി കൊഴിയാള വറുത്തത്. പിന്നെ അമ്മ 2 മുട്ടയുടെ മഞ്ഞക്കരോടെ ഇരുന്നേ. അപ്പോൾ അത് താണ്ടേ മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഇങ്ങനെ ഫ്രൈ പോലെ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ പയറുപോലെ, പിന്നെ നമ്മുടെ ചൂടില്ലാത്ത നല്ല തണുത്ത ചോറ്, ചൂട് ചോറല്ല തണുത്ത ചോറ്. അപ്പം നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് കൂടാതെ കഴിച്ചോ? അപ്പം നമുക്ക് ഊണ് കഴിക്കാം. നമുക്ക് ആദ്യം ഇതാ ഈ പുളിശ്ശേരിയും ഭയങ്കര ടേസ്റ്റായി ചേട്ടാ പുളിശ്ശേരി വെച്ചാൽ കേട്ടോ. പുളിശ്ശേരിയും ഇതാ ഒരു പച്ചമുളകും കൂടെ എടുത്തു നല്ലോണം അങ്ങോട്ട് ഞെവിടണം. ആ മുളകിൻ്റെ എരിയും എന്നിട്ട് ആ ഒരു കഷ്ണം ചെറിയ തക്കാളി. ഈ പുളിശ്ശേരി ഇങ്ങനെ തക്കാളിയും ഈ മുളകിട്ട് പുളിശ്ശേരി വെക്കുന്നത് ഞാൻ ഒരു ദിവസം വീഡിയോയിൽ കാണിക്കാം. എന്നിട്ട് നമ്മളിതാ അത് മാത്രം മതി അത് കഴിക്കാം. സൂപ്പറാണ്. പുളിശ്ശേരി മാത്രം മതി സത്യം പറഞ്ഞ ചോറ് കഴിക്കാൻ. പിന്നെ നമ്മൾ എന്നോട് കുറച്ച് പയർ, തേങ്ങ ഇടാത്ത പയർ വന്നാക്കാം. തേങ്ങയില്ല, നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളൂ. എണ്ണ ഒഴിച്ചിട്ടില്ലേ. അപ്പോഴേ നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ ഉള്ളതൊക്കെ ഇതെടുത്ത് തോരൻ വെച്ച് കഴിക്കാമല്ലോ. എണ്ണയും ഇല്ല,
തേങ്ങയില്ല. അത് വേണം സൂപ്പർ. നമ്മളീ മുട്ട ഇടണം, ഭയങ്കര ടേസ്റ്റായിരിക്കും. അടിപൊളി. പിന്നെ നമ്മൾ ചോറ് കഴിക്കട്ടെ. എല്ലാവരും 4 മണിക്ക് ചായ ഒക്കെ കുടിച്ചാണ് അല്ലേ? അപ്പോഴമ്മയൊന്നും 4 മണിക്ക് ചായ കുടിച്ചില്ല. ഞാൻ വിചാരിച്ച് ഇച്ചിരി മധുരം കുറയ്ക്കാം. അപ്പം ഒരു നേരത്ത് കട്ടൻ ചായ റദ്ദാക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം കുടിക്കുന്നില്ലേ. അപ്പോൾ അമ്മ സന്ധ്യയ്ക്ക് തന്നെ വിളക്കൊക്കെ കത്തിച്ച് ചെടിക്കുട്ടന്മാർക്ക് വെള്ളമൊക്കെ കൊടുത്ത്, ചെടിക്കുട്ടന്മാരെയൊക്കെ മാറ്റി ഇപ്പം ഞാൻ വേറെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി അവിടെ നിന്ന് എടുത്ത് തറയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതമ്മ കാണിച്ചു തരാം. വാ കാണിച്ചു തരാം. മതി ചെടിക്കുട്ടന്മാരെ സെറ്റ് ചെയ്ത് കാണണ്ടേ? വാ കണ്ടോ? ചുമ്മാരെ എല്ലാത്തിനും എടുത്ത് മോളിൽ നിന്ന് എടുത്ത് താഴെ വെച്ച്. കണ്ടോ? താഴെ 2 വരിയായിട്ട് നമ്മൾ വെച്ച്, ഇപ്പുറത്തും വെച്ച് അപ്പുറത്തും വെച്ച്. ഇതുകൊണ്ട് കണ്ടോ? താഴെയെല്ലാം വെച്ച് സെറ്റാക്കി. എന്നിട്ടേ ബനാന കഴിക്കാൻ പോവാം. ഒരു ബനാന വിളക്കൊക്കെ കത്തിച്ച് ഇനി അമ്മ ഈ ബനാന കഴിക്കാൻ പോവാം. നിങ്ങൾക്ക് വേണോ ഏത്തപ്പഴം? എനിക്കിങ്ങനെ ഈ ഏത്തപ്പഴം ഉണ്ടല്ലോ, ഇങ്ങനെ നല്ലോണം പഴുത്തിട്ടതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, ഈ പഴുത്ത ഏത്തപ്പഴം ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമില്ല. അമ്മ കഴിക്കട്ടെ? വേണോ നിങ്ങൾക്ക് അറിഞ്ഞത്? ഇവിടെ ചില സ്ഥലത്ത് പഴം കഴിച്ചാൽ നല്ലതാണ്. ഇവിടെ കണ്ട ചെറിയ പഴം, കുഴപ്പമില്ല, അമ്മ കഴിക്കുക. ഇല്ല രുചിയൊന്നുമില്ല പഴത്തിന്. നിങ്ങൾ 4 മണിക്ക് ചായ കുടിച്ചോ? ഇത് കഴിച്ചിട്ട് വേണം കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ ഫുഡ് കഴിക്കുന്നത്. ഭയങ്കര തെറ്റിയോ? ഒന്നുമില്ല, എനിക്ക് വിശക്ക്, എനിക്ക് എന്തിനൊക്കെ കഴിക്കണം. എല്ലാവരും രാത്രി ചോറൊക്കെ കഴിച്ചത്. അപ്പോഴേ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നിയേ, നാളെ രാവിലത്തേക്ക് കുറച്ച് ഇഡലിക്ക് അരച്ച് വെക്കാണ്. അത് നമ്മൾ കുറച്ച് നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. കണ്ടോ? അരി 2 കൂടെ ഒരുമിച്ച് അമ്മ അരയ്ക്കുന്നത്. അപ്പോൾ ഈ അരി ഉഴുന്നും കൂടെ അമ്മ അരച്ച് വെച്ചിട്ട് വയറെന്തോ നിറഞ്ഞിരിക്കുന്നു. എന്നാലും അതിൽ നിന്ന് 1 സ്പൂൺ ചോറ് കഴിച്ചിട്ട്, ആ ചോറ് രാവിലെ ഉച്ചത്തെ കാര്യങ്ങൾ തന്നെ, ചോറ് താണ്ടേ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ പുളിശ്ശേരി, ചോറ്, പിന്നെ അമ്മ മീൻ വറുത്തത്, പയർ പോലെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഇതിന് കുറച്ച് ചോറമ്മ കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് ഇഡലിക്ക് അരച്ചൊക്കെ വെച്ചിട്ട് അമ്മ മരുന്ന് കഴിച്ചിട്ട് കിടക്കുകയാണ്. അപ്പം നാളെ മുതൽ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അമ്മയ്ക്ക് വയ്യാത്തവരോട് 2 ദിവസം ഇങ്ങനെ നിന്നത്. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മയുടെ ഷോർട്ട് വീഡിയോ കാണണം, അമ്മയുടെ പാട്ടുകൾക്ക് കമൻറ്റ് ഇടണം, മറക്കരുത്. എല്ലാവരും അമ്മയുടെ ഷോർട്ട് വീഡിയോ പാട്ടുകളും എല്ലാം കാണണം. അപ്പോൾ എല്ലാ മക്കളും അമ്മയ്ക്ക് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.